ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വീഡിയോസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്കൊന്ന് പൊതിച്ചോറ് തയ്യാറാക്കിയാലോ. അപ്പൊ പൊതിച്ചോറിന് എന്തൊക്കെയാണെന്ന് കൂട്ടാനെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലിട്ട് പോകാം. ഒത്തിരി നാളായി പൊതിച്ചോറ് നമ്മളിവിടെ വീട്ടിൽ തയ്യാറാക്കിയിട്ട്. അപ്പൊ ഇന്നലെ ഇക്ക പറഞ്ഞു ഇക്കാക്ക് പൊതിച്ചോറ് വേണമെന്ന്. അപ്പൊ വിചാരിച്ച ആ കൂട്ടത്തിൽ എല്ലാവർക്കും നാളെ ഉച്ചക്കുന്ന പൊതിച്ചോറാക്കാന്ന്. പൊതിച്ചോറ് കെട്ടാൻ ആവശ്യമായിട്ടുള്ള ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീൻസ് തോരനാണ് നമ്മൾ പൊതിച്ചോറിലേക്ക് എടുത്തിട്ടുള്ളത്. മുട്ട വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചമ്മന്തി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിക്കുള്ള തേങ്ങ, ചമ്മന്തി അരക്കാനുള്ള തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ, കൊച്ചുള്ളി, പുളി, ചുമന്ന മുളക് ചുട്ടത്. ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ചോറ് കെട്ടാം. അതിനായിട്ട് ചോറ് നല്ല ചൂട് ചോറ് വെന്തിട്ടുണ്ട്. പിന്നെ ബീൻസ് തോരൻ വെച്ചിട്ടുണ്ട്. മുട്ട വറുത്തതുണ്ട്. നാരങ്ങ അച്ചാറുണ്ട്. മീൻ വറുത്തതുണ്ട്. നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ട്. നല്ല പൊടി ചമ്മന്തി. ഇനി നമുക്ക് പൊതിച്ചോറ് കെട്ടാം. വാഴയില നല്ല പോലെ വാട്ടിയെടുത്ത് അതിലോട്ട് ആവശ്യമായിട്ടുള്ള ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പൊതിച്ചോറിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇത് കെട്ടി വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്നുകാണ്ടൊന്ന് കഴിച്ച് നോക്കണം. ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ബീൻസ് തോരനും കൂടെ വെച്ച് കൊടുക്കാം. ചോറിൻ്റെ മണ്ടയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. 2 ചുമന്ന മീനും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. വറുത്ത് വെച്ച മുട്ട കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പൊടിച്ചമ്മന്തി വെക്കാം. തേങ്ങാ ചമ്മന്തി കൂടെ വെച്ച് കൊടുക്കാം. ഒരു പിഞ്ചു നാരങ്ങ അച്ചാർ കൂടെ വെക്കാം. അങ്ങനെ വാഴയിലയിൽ ചോറും കൂട്ടാനും എല്ലാം നമ്മൾ വിളമ്പി ഇനി നമുക്ക് പൊതി കെട്ടാം. അങ്ങനെ പൊതിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൊതി ഒന്ന് തുറന്ന് നോക്കണം. ആ ഒരു വാഴയിലയും ആ ഒരു നമ്മൾ ചോറും കൂട്ടാനും എല്ലാം കൂടെ നല്ലൊരു സ്മെല്ല് മൂക്കത്തോട്ട് അടിച്ച് വരും. നല്ല വിശപ്പുള്ള സമയത്ത് ഇങ്ങനെ കഴിക്കണം. ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ്. നല്ല വിശപ്പുള്ളപ്പോൾ കഴിക്കണം ഈ പൊതിച്ചോറ് കേട്ടോ. അന്ന് രാത്രി പിന്നെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല, വയറ് എല്ലാം ഫുള്ളായിട്ടിരിക്കും. അങ്ങനെ സുറുമി പൊതിയൊക്കെ തുറന്ന് കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ ഞാനും എൻ്റെ പൊതിച്ചോറൊന്ന് കഴിക്കട്ടെ. എല്ലാവരും നല്ല പോലെ ആസ്വദിച്ച് കഴിച്ച് പൊതിച്ചോറ് എല്ലാവർക്കും റാഹത്തായി. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.